ഇന്റർവ്യൂ കാണുകയുണ്ടായി. ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്റർവ്യൂ പോലെ തോന്നി. ആരുടെ ഇന്റർവ്യൂ അല്ല, നമ്മുടെ ഫിറോസ് ഖാന്റെ ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂ കോൺട്രവേഴ്ഷ്യൽ ആവുമെന്ന് കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും എനിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആരും പറയാൻ മടിക്കുന്ന കുറെ കാര്യങ്ങൾ ഫിറോസ് ഖാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിലോട്ട് ഒന്ന് പോയിട്ട് ഒന്ന് വരാം. ഡേഞ്ചറസ് ഫിറോസ് എന്തിനാണ് ഈ കോൺട്രവേഴ്ഷ്യൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ആരും പറയാൻ മടിക്കുന്ന കുറെ കാര്യങ്ങൾ ഡേഞ്ചറസ് ഫിറോസ് ഈ ഇന്റർവ്യൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡേഞ്ചറസ് ഫിറോസ് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. ആക്ച്വലി നമുക്ക് ആ ഒരു പാവ മനുഷ്യനാണ്, ആക്ച്വലി ഒരു പാവമാണ്, ഒരു 90% പാവമായിട്ടുള്ള ആളാണ്. പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഉരിപ്പിക്കും പുള്ളി. കാരണം മമ്മൂക്കയുടെ സെറ്റില് മമ്മൂക്ക ആണ് രാജാവ് എന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത്. ഫിറോസ് ഖാൻ അതുകൂടാതെ ഫിറോസ് ഖാൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മമ്മൂക്കയുടെ കൂടെ ഫിറോസ് ഖാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറയുന്നത്. മമ്മൂക്കയുടെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഫിറോസ് ഖാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, മമ്മൂക്കയെക്കാട്ടി നന്നായിട്ട് ആരെങ്കിലും ഒരാൾ ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മമ്മൂക്ക അതിൽ അസ്വസ്ഥയാവുന്ന എന്നതുപോലെ കാണിക്കാറുണ്ടെന്ന് ഫിറോസ് ഖാൻ പറയുന്നു. അത് എന്തിനാണ് മമ്മൂക്ക അങ്ങനെ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. മമ്മൂക്കയുടെ ശിങ്കിടികളെയൊക്കെ വിളിച്ചിട്ട് ആ ഡ്രസ്സ് ഊരിപ്പിക്കുന്ന ഒരു സ്വഭാവം മമ്മൂക്കയ്ക്കുണ്ട്, അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ മമ്മൂക്കയ്ക്കുണ്ട് എന്ന് ഫിറോസ് ഖാൻ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഫിറോസ് ഖാന്റെ ഇന്റർവ്യൂ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ഫിറോസ് ഖാൻ അങ്ങനെ നെഗറ്റീവ് അങ്ങനെ പറയുന്ന ആളല്ല. നമുക്ക് ബാക്കി കൂടി കേൾക്കാം. ആ ഷർട്ട് വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ കുഴപ്പമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ പുള്ളി ആയിരിക്കും രാജാവ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് അറിയാവുന്ന നിൽക്കുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഫിറോസ് ഖാൻ പറയുന്നത്. സെറ്റിൽ വന്നു കഴിഞ്ഞാൽ മമ്മൂക്ക ആയിരിക്കുന്ന രാജാവ് അല്ല, മമ്മൂക്കയുടെ സെറ്റിൽ വന്നിട്ട് അങ്ങനെ വേറൊരുത്തൻ ഷൈൻ ചെയ്തിട്ട് പോകാൻ മമ്മൂക്ക അനുവദിക്കാറില്ല. അതാണ് മമ്മൂക്കയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അത് ഫിറോസ് ഖാന്റെ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. ചാൻസ് വിളിച്ച ആർട്ടിസ്റ്റ് ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. ആർട്ടിസ്റ്റ് പല പടത്തിനും ചെറിയ വിഷമത്തിൽ വിളിച്ചു കൊടുക്കും. ഒരു കാര്യം ഫിറോസ് ഖാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, മമ്മൂക്കിനെ സോപ്പ് എടുത്തിക്കുന്ന കുറെ പേര് മലയാള സിനിമയിലുണ്ട്. ആ സോപ്പ് എടുത്തിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും മമ്മൂട്ടി പിന്നെയും സിനിമകൾ കൊടുക്കാറുണ്ട് എന്നാണ് ഫിറോസ് ഖാൻ ഈ ഇന്റർവ്യൂവിൽ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ഫിറോസ് ഖാൻ ആ ഇന്റർവ്യൂവിൽ ഫിറോസ് ഖാൻ വേറൊരു കാര്യം പറയുന്നു, തുറന്നടിച്ച് പറയുന്നുണ്ട്, എനിക്ക് പിന്നീടുള്ള സിനിമകളിൽ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല എന്നും കൂടി ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഫിറോസ് ഖാൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇൻസിഡന്റ് ഈ അടുത്തേക്ക് ഒരാൾ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു സിനിമ സെറ്റിൽ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആ സിനിമയിൽ ഒരു വളരെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ മമ്മൂക്കാട് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെന്നൈയിൽ മറ്റാണ് ഷൂട്ട്, നാട്ടിലേക്ക് നമ്മളത് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത്. ഇയാളെ കൂടെ കൂട്ടിനെ കയറ്റി അയാൾ വരുന്നില്ല മാക്സിമം പറഞ്ഞെങ്കിൽ ഇല്ല നീ കൂടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൂടെ കയറ്റി കൊണ്ടുവന്നിട്ട് എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പോൾ മഴവിൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എന്തോ ചെറിയ കാര്യമാണ്. പുള്ളി പറയുന്നതെല്ലാം എസ് മുടി ഓക്കെയാണ്. അദ്ദേഹം ആ ഏർലി മോർണിംഗ് ഒരു 3 മണിയായപ്പോൾ പുള്ളി ഒരു കാട്ടിന്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് 1/2 മണിക്കൂർ പുള്ളി നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത്. ഈ ഒരു ഇൻസിഡന്റ് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ഇരാക്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞത്. ഇത് ആരുടെ ഇന്റർവ്യൂ ആണെന്നുള്ളത് ഞാൻ കുറെ സെർച്ച് ചെയ്തൊക്കെ നോക്കി. ഇത് ആരുടെ ഇന്റർവ്യൂ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കുറെയൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർ കമന്റ് ബോക്സിൽ ഇത് രേഖപ്പെടുത്തണം. ഇത് ആരുടെ ഇന്റർവ്യൂ ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് നടന്നൊരു സംഭവമാണ്. മമ്മൂട്ടി ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ടെക്നീഷ്യനെ കൂടെ കൂട്ടുകെട്ടായി. അപ്പോൾ ആ ടെക്നീഷ്യൻ ആദ്യമൊക്കെ പറഞ്ഞു ഞാൻ വരുന്നില്ല, മമ്മൂക്ക വയ്ക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ മമ്മൂക്ക നിർബന്ധിച്ചാണ് ആ ടെക്നീഷ്യനെ കാർ കയറ്റി കൊണ്ടുവന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മമ്മൂട്ടിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് മമ്മൂട്ടി ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മാത്രമേ മമ്മൂട്ടി ഡ്രൈവ് ചെയ്യാം. മമ്മൂട്ടിക്ക് ഭയങ്കര ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കവിയെ പൊന്നമ്മയുടെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. പലവരുടെയും അഭിമുഖങ്ങളിൽ നമ്മളത് കേൾക്കാറുണ്ട്. ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്, മമ്മൂട്ടി എന്തോ പറഞ്ഞു, ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുന്നതിനിടയിൽ എന്തോ പറഞ്ഞപ്പോൾ ഇയാൾ അതിന് എസ് മൂടുകയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷേ ഇയാൾ അതിനെതിരായിട്ട് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പം മമ്മൂട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. മമ്മൂട്ടി എന്ത് ചെയ്തു, ആ രാത്രി സമയത്ത് ഒരു 3 മണി സമയത്താണെന്നാണ് പറയുന്നത്. ആ 3 മണി സമയത്ത് ഇയാളെ നടു റോട്ടിൽ ഇറക്കി വിട്ടെന്നാണ് പറയുന്നത്. ആ പോയിട്ട് മമ്മൂട്ടിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിക്ക് പെട്ടെന്ന് മമ്മൂട്ടി ഭയങ്കര സ്നേഹമാണ്. മമ്മൂട്ടിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരും. അത് എല്ലാവരും മമ്മൂട്ടിയുടെ ഒരു നല്ലൊരു സ്വഭാവമായിട്ടും പറയാറുണ്ട്, ഒരു ചീത്ത സ്വഭാവമായിട്ടും പറയാറുണ്ട്. മമ്മൂട്ടി പെട്ടെന്ന് ദേഷ്യം വരും. പെട്ടെന്ന് ദേഷ്യം വന്നാലും പെട്ടെന്ന് തന്നെ അത്
അത് തണുക്കുകയും പുള്ളിക്കാരൻ വന്ന് അതിന് സോറി പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അയാളുടെ അടുത്ത് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നടനെന്നാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പം ഈ ഇൻസിഡന്റ് പറയുന്നത് മമ്മൂട്ടി അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മമ്മൂട്ടി തിരിച്ചു വന്ന് അയാളെ കയറ്റിക്കൊണ്ട് പോയത്. അയാൾ ഇത് പറയുന്നത് മമ്മൂട്ടി പെട്ടെന്ന് ദേശീയക്കാരനാണ്, ഇതൊരു ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞു എന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് എന്നുള്ളതാണ് ഫിറോസ് ഖാൻ ഇവിടെ ആരോപിക്കുന്ന ഒരു കാര്യം. അത് എനിക്കും കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത്, മമ്മൂട്ടി ഒരു നടനായതുകൊണ്ട് മാത്രമാണോ മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു പരിഗണന കൊടുക്കുന്നത്? ഇപ്പൊ എന്റെ അടുത്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരുന്നുവെങ്കിൽ അത് ഞാൻ തിരിച്ചു വന്നതിന്റെ അടുത്ത് വണ്ടി കയറാൻ പറഞ്ഞാൽ ഞാൻ കയറത്തില്ല എന്ന് ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. അതൊരു നല്ല സ്വഭാവമല്ല. പക്ഷേ നമ്മുടെ മീഡിയ മമ്മൂട്ടിനെ ചിത്രീകരിക്കുന്നത് ഭയങ്കര ക്ഷിപ്രകോപിയാണെന്ന് ചിത്രീകരിച്ചിട്ട് ഇതിനെ മമ്മൂട്ടി തിരിച്ചു വന്ന് അത് എടുത്തത് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുകയാണ്. അപ്പൊ അത് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ തെണ്ടിത്തരമാണെന്നാണ് ആര് പറയുന്നത്, ഫിറോസ് ഖാൻ പറയുന്നത്. അതെനിക്കും കേട്ടപ്പോൾ എനിക്ക് അത് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. നമുക്ക് ബാക്കിയും കൂടി കേട്ടോക്കാം. ലീലാക്കെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്താണ്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഇങ്ങനെ പ്രവർത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ യാത്രയ്ക്ക് ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ്. പെട്ടെന്ന് ആരാണ് കൊടുക്കുന്നില്ല, അല്ല ടെക്നിക്കൽ ഫീൽഡിലുള്ള ഒരു കക്ഷിയാണ്. അപ്പൊ അങ്ങനെ ഈ ഇൻസിഡന്റ് പക്ഷെ പുള്ളി പറയുന്നത് മമ്മൂക്ക ഗ്ലോറിഫൈ ചെയ്താണ്. അതെ, മമ്മൂട്ടി ഈ ഇൻസിഡന്റിനേക്കാൾ മമ്മൂട്ടിയെ ഗ്ലോറിഫൈ ചെയ്താ പറയുന്നത്. മമ്മൂട്ടി ഭയങ്കര മഹാനാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ പറയുന്നതാണ് ഫിറോസ് ഖാനെ ഇഷ്ടപ്പെടുത്താത്ത ഒരു കാര്യം. ഈ പറയുന്നത് കുറ്റമല്ല, പുകഴ്ത്തിയാണ് പറയുന്നത്. നമുക്ക് അതിന് പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പം ഞാൻ നിങ്ങളെ വിളിച്ചോണ്ട് ഒരു സ്ഥലത്തോണ്ട് ഇറക്കി വിട്ടിട്ട് പിന്നെ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? എന്തുകൊണ്ട് ബാക്കിയുള്ള മമ്മൂട്ടി എന്ന ദൈവമൊന്നുമല്ലല്ലോ. ഇത് കറക്റ്റാണ് കാര്യം. ഫിറോസ് ഖാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. മമ്മൂട്ടി ദൈവമൊന്നുമല്ല, മമ്മൂട്ടിയല്ല. ആരായിരുന്നാലും ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് തെണ്ടിത്തരം തന്നെയാണ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫിറോസ് ഖാൻ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പല ഇൻസിഡൻസും മമ്മൂട്ടിയെ കുറിച്ച് പല ആളുകളും പറയാറുണ്ട്. അത് പല ഇന്റർവ്യൂസിലും ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ബാക്കി കൂടി കേൾക്കാം. സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കുറെ തെണ്ടിത്തരവുന്ന ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ പക്ഷെ ബാക്കിയുള്ളവർ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പുള്ളി വില്ലിങ് ആവുന്നത്. ഇതിൽ ഫിറോസ് ഖാൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഫിറോസ് ഖാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മമ്മൂട്ടിയുടെ അടുത്ത് ഈ കാര്യം മമ്മൂട്ടിയുടെ അടുത്ത് ആരും തന്നെ വന്ന് പറയാറില്ല. മമ്മൂട്ടിയുടെ അടുത്ത് നെഗറ്റീവ് പോലെ ആരും വന്ന് പറയാറില്ല. മമ്മൂട്ടിയുടെ അടുത്ത് എല്ലാവരും പറയുന്നത് ഇത് ഗ്ലോറിഫൈ ചെയ്ത് പറയാറുണ്ട്. മമ്മൂട്ടി ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വന്ന് സോറി പറഞ്ഞു, അല്ലെങ്കിൽ തിരിച്ചു വന്ന് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പം അവിടെ അവര് മമ്മൂട്ടിയെ പുകഴ്ത്താൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഫിറോസ് ഖാൻ പറയുന്നത്. പക്ഷേ ഇതൊരു നെഗറ്റീവായിട്ട് തന്നെ മമ്മൂട്ടിയിൽ എത്തണം. എങ്കിൽ മാത്രമേ മമ്മൂട്ടി ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത് മമ്മൂട്ടിക്ക് മനസ്സിലാവുള്ളൂ. ആ തെറ്റ് മനസ്സിലായാൽ മാത്രമേ മമ്മൂട്ടി ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഫിറോസ് ഖാൻ ഇത് ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമല്ല, ഇത് എല്ലാവരും അഡ്രസ് ചെയ്യേണ്ട കാര്യമാണെന്ന് നമ്മുടെ ഫിറോസ് ഖാൻ പറയുന്നത്. ഫിറോസ് ഖാൻ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ മമ്മൂട്ടിയുടെ നല്ല കാര്യങ്ങൾ 1000 പേര് പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ മമ്മൂട്ടിയുടെ നെഗറ്റീവ്സ് ആരും പറയാറില്ല. നമ്മുടെ തിലകൻ മമ്മൂട്ടിയുടെ കുറെ നെഗറ്റീവ്സ് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തിലകനെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. മമ്മൂട്ടിയുടെ സിംഗിളുകൾക്കൊന്നും തിലകനെ ഇഷ്ടമില്ലായിരുന്നു. തിലകനെ പല രീതിയിലും അവർ ദ്രോഹിക്കുകയും സിനിമ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മമ്മൂട്ടിയുടെ നെഗറ്റീവ്സും എല്ലാവരും എടുത്ത് പറയാനാണ്. മമ്മൂട്ടി ഇപ്പൊ അതൊക്കെ പണ്ടത്തെ ഈ പറയുന്നതൊക്കെ പണ്ടത്തെ മമ്മൂട്ടിയാണ് കേട്ടോ. ഇപ്പോഴത്തെ മമ്മൂട്ടി ഇങ്ങനെയൊന്നും അല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം മമ്മൂട്ടിയുടെ ക്യാരക്ടറിൽ ഇപ്പൊ ഇഷ്ടംപോലെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. മമ്മൂട്ടി മാക്സിമം കുറെയൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം അത് ഇപ്പോഴത്തെ ഇന്റർവ്യൂസിൽ നോക്കിയാൽ മനസ്സിലാവും. മമ്മൂട്ടി പണ്ടൊന്നും അങ്ങനെ ആരുടെ വലുതായിട്ടൊന്നും മിണ്ടാറൊന്നും ഇല്ലായിരുന്നു. ഇന്റർവ്യൂസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹെഡ് വെയിറ്റ് ഒക്കെ ഇട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാറുള്ള ഒരു മമ്മൂട്ടിയാണ് നമ്മൾ പണ്ടത്തെ ഇന്റർവ്യൂസിലൊക്കെ കാണാറുള്ളത്. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. മമ്മൂട്ടി കുറേയധികം മാറി, നല്ല പോലെ ഇന്റർവ്യൂസ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ആളുകൾക്ക് മമ്മൂട്ടി അടുത്ത് സംസാരിക്കാൻ പേടിയില്ല. എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഇമേജസ് ഇപ്പം വളരെയധികം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫിറോസ് ഖാൻ ഈ പറയുന്നത് ഒരു 2000-നും 2010-നും ഇടയിലുള്ള സംഭവങ്ങളായിരിക്കും. അതൊക്കെ ഇപ്പം മമ്മൂട്ടി എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്നാൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടി ഫിറോസ് ഖാൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. കുറ്റമില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ ഇതൊക്കെ നീചമായ പ്രവൃത്തിയിൽ ഒരാളെ ഏഴ് മണിങ്ങനെ റോഡിൽ വിളിച്ചോണ്ട് വന്നിട്ട് റോഡിലാക്കി വിടുക, നല്ലൊരു ഷായലൊക്കെ നല്ലൊരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഷർട്ട് ഒഴിപ്പിച്ച് വിടുക, മനസ്സിലായി? അങ്ങനെയുള്ള പല കുറിച്ചങ്ങൾ പുള്ളിക്കുണ്ട്. മനസ്സിലായി? അതൊക്കെ നമ്മൾ ആ രീതിയിൽ തന്നെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എന്തെങ്കിലും സെറ്റിൽ വെച്ച് എന്തെങ്കിലും നെഗറ്റീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയും. മനസ്സിലായി? ബിഗ് ബോസിൽ ഏങ്കറിംഗ് ചെയ്യുന്നുണ്ടല്ലോ, അതിനോട് എന്താണ് അഭിപ്രായം? അതിനോട് കുഴപ്പമില്ല. പക്ഷെ അത് നല്ല
പിന്നെ നമ്മുടെ ലാലേട്ടനിട്ടും ഫിറോസ് ഖാനായിട്ടും നല്ല പണി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആങ്കർ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനെ കുറിച്ച്, ലാലേട്ടന്റെ ആങ്കറിങ്ങിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നും. അപ്പം ആങ്കറിങ് കൊള്ളത്തില്ല എന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. ലാലേട്ടൻ പോലുള്ള ഭയങ്കര ഈ എന്താ പറയാ, ലാലേട്ടൻ അങ്ങനെ ആരോടും അങ്ങനെ വലുതായിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന വ്യക്തിയല്ല. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് പറ്റിയ ഒരു ഫീൽഡ് അല്ല ബിഗ് ബോസ് പോലത്തെ ഫീൽഡ് എന്നാണ് എന്റെയും ഒരു അഭിപ്രായം. അതിന് പൃഥ്വിരാജോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ പോലുള്ള ഒരു ആങ്കറിനെ കൊണ്ടുവരുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. സുരേഷ് ഗോപിയൊക്കെ വന്നു കഴിഞ്ഞാൽ പൊളിക്കും. സൽമാൻ ഖാൻ ഹിന്ദിയിൽ ഒരു ഗംഭീര ബിഗ് ബോസിന് പറ്റിയ ഒരാളാണ് അദ്ദേഹം. അതുപോലൊക്കെ മലയാളത്തിൽ ഒരാൾ വരുന്നു, മനസ്സിലായി. അപ്പൊ ഇത്രയും നാൾ ആൾക്കാർ ലാലേട്ടനെ കണ്ടിരിക്കുന്നത് കൊണ്ട് മാറി ചിന്തിക്കാനുള്ള ഇതില്ലാർക്കും. പക്ഷെ അതല്ല, ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വേണ്ടത് ലാലേട്ടനെ പോലെ ഉള്ള ഒരു ആങ്കറെ അല്ല ആക്ച്വലി. അതിന് നല്ലൊരാളെ കൊണ്ടുവെക്കണം എന്ന് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷയം വിളിച്ചോ. അതെ, എല്ലാവരും ഇപ്പൊ ഈ ഫിറോസ് ഖാൻ പറയുമ്പോൾ, ഇപ്പൊ ഞാൻ ഇപ്പൊ പറയുമ്പോൾ എന്റെ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കാൻ കുറെ പേര് കാണും. പക്ഷെ അവരെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സുരേഷ് ഗോപിയോ ഒരു പൃഥ്വിരാജോ അല്ലെങ്കിൽ ഒരു ടൊവിനോ ആയിരുന്നാലും മതി, ഇത്തിരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള സംസാരിക്കുന്ന ഒരു വ്യക്തി. ഇപ്പം സോഫ്റ്റ് ആയില്ല, ലാലേട്ടൻ ഭയങ്കര സോഫ്റ്റ് ആണ്. ലാലേട്ടന് പറ്റിയ ഒരു ഇതല്ല ബിഗ് ബോസ്. പക്ഷേ ലാസ്റ്റ് 6 സീസണിലും ലാലേട്ടൻ തകർത്തിട്ടുണ്ട്. അതെനിക്ക് ഓരോ സീസണും, ഞാൻ ബിഗ് ബോസിന്റെ വലിയൊരു ആരാധകനാണ്. അപ്പൊ ഞാൻ ഓരോ സീസൺ കാണുമ്പോഴും ഇമ്പ്രൂവ്മെന്റ് ഞാൻ വളരെയധികം കാണാറുണ്ട്. സൽമാൻ ഖാനെ പോലെ നമുക്ക് ലാലേട്ടനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം നമുക്ക് എപ്പോഴും ഉണ്ട്. സൽമാൻ ഖാന്റെ സീസൺ 18 സീസണായി, ഇവിടെ നമുക്ക് 6 സീസണേ ആയിട്ടുള്ളൂ. ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനിയുള്ള സീസണുകളിൽ നമുക്ക് ലാലേട്ടന്റെ നല്ല പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ചിന്തിക്കാനുള്ള ഇതില്ല. അവിടെ വേറൊരു പവർഫുൾ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവയ്ക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കഥ മൊത്തം മാറും. ഇങ്ങനെ ആയിരിക്കത്തില്ല. അതിന്റെ ഏറ്റവും വലിയ ഇന്ത്യക്ക് എടുത്ത് നോക്കിയാൽ മതി. അടുത്ത സീസണിലാണ് ഏറ്റവും മോശമായ ആങ്കറിംഗ് ചെയ്തത്. അടുത്ത സീസണില് മോശമായിട്ടുള്ള ആങ്കറിംഗ് എന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത്. അതിനുള്ള മോശമായിട്ടുള്ള ആങ്കറിംഗ് ഒന്നും അല്ലായിരുന്നു, നല്ല ആങ്കറിംഗ് ഒക്കെ തന്നെയായിരുന്നു. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ നമ്മുടെ 2-3 കാര്യങ്ങൾ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് പോയി. ഒന്ന്, നമ്മുടെ RJ സിബിനെ പുറത്താക്കിയ കാര്യവും, അതൊക്കെ RJ സിബിനെ വളരെ ഹാർഷായിട്ട് കുറ്റം പറഞ്ഞ കാര്യമൊക്കെ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളാണ്. അത് ലാലേട്ടന് പറ്റിയ ഒരു നെഗറ്റീവാണ്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫിറോസ് ഖാൻ പറയുന്ന എല്ലാം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഹേമ കമ്മിറ്റി പോലത്തെ ഒരു സാധനം ഇല്ലെങ്കിലും ഇതിനകത്തും അത്ര ഇല്ലെങ്കിലും കുറച്ചൊക്കെ കുറ്റകൃത്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. കാരണം ഇതിനകത്തും ഉണ്ട്. പക്ഷെ സിനിമയുടെ അത്ര ഇല്ല. സിനിമ അങ്ങനത്തെ ഒരു മേഖലയല്ല ഇത്. ഇത് കുറച്ചുകൂടെ സേഫാണ്. എങ്കിലും ഇതിനകത്ത് ക്രിമിനലുണ്ട്. കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഇതാണ്. അവതാരക ഫിറോസ് ഖാനോട് വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട്. സിനിമയിലുള്ള പോലെയുള്ള വൃത്തിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങൾ, നമ്മുടെ സിനിമയിൽ വേതനം കൊടുക്കാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറെ ഹേമ കമ്മിറ്റിയിൽ വന്ന പല കാര്യങ്ങളും സീരിയലിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സീരിയലിൽ അതിന്റെ അത്ര ഇല്ലെങ്കിലും ഈ സീരിയലിലും ഉണ്ട് എന്നാണ് നമ്മുടെ ഫിറോസ് ഖാന്റെ അഭിപ്രായം. പക്ഷേ സീരിയലിലും കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ സീരിയലിൽ വേറൊരു കാര്യം ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടോക്കാം. ഏറ്റവും വലിയ വാല്യൂ എന്ന് ടൈം നമ്മുടെ സമയം. ഈ സമയം ബ്ലോക്ക് ചെയ്ത് ഇന്ന ദിവസം ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് അവനെ രാവിലെ രാവിലെ കൊണ്ടിരുത്തി മേക്കപ്പ് ഇട്ട് വിത്ത് കോസ്റ്റ്യൂം എല്ലാം ഇടിപ്പിച്ച് ഇതാക്കി ഇരുത്തിയിട്ട് രാത്രി വരെ ഇരുത്തിയിട്ട് ഇത് നടക്കുന്ന സംഭവമാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി വരെ ഇരുത്തിയിട്ട് അന്ന് അയാളെ വെച്ചിട്ട് സീനോ ഷോട്ടോ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിയ അന്നത്തെ ദിവസത്തിന്റെ വേതനം, അന്നത്തെ ശമ്പളം അയാൾക്കില്ല. പല ആക്ടേഴ്സിനെയും വിളിച്ചു വരുത്തുകയും അവർക്ക് മേക്കപ്പ് ഇട്ട് അവരെ പിടിച്ചിരുത്തിയിട്ട് അവർക്ക് അന്നത്തെ ദിവസം അവർക്ക് അവരുടെ കാരണത്താലല്ല, പല കാരണത്താലും അത് ചിത്രീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ അവർക്ക് അന്നത്തെ ദിവസത്തെ വേതനം അവർക്ക് കൊടുക്കുന്നില്ല. ഇതൊരു വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ്. കാരണം ഇത് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെ കുറ്റം കൊണ്ടല്ലല്ലോ അന്ന് അവർ ചിത്രീകരിക്കാത്തത്. അന്ന് നമ്മുടെ കുറ്റം കൊണ്ട് ചിത്രീകരിക്കാതിരുന്നിട്ട് അത് അവർക്ക് സാലറി കൊടുക്കാതിരിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഇന്റർവ്യൂ ആണ് കേട്ടോ. ഫിറോസ് ഖാന്റെ ഇതുവരെ കണ്ടിട്ടുള്ള ഇന്റർവ്യൂസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇന്റർവ്യൂ ആണിത്. കാരണം പല കാര്യങ്ങളും ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുടെ കാര്യമായിരുന്നാലും മോഹൻലാലിന്റെ കാര്യമായിരുന്നാലും ഈ സീരിയലിലെ പ്രശ്നമായിരുന്നാലും ഫിറോസ് ഖാൻ കറക്റ്റായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ വാലിഡ് പോയിന്റ്സ് ഉപയോഗിച്ചാണ് ഫിറോസ് ഖാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഫിറോസ് ഖാൻ മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഫിറോസ് ഖാൻ അങ്ങനെ ആരെയും പേടിയില്ലാത്ത ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ മോഹൻലാലിനെ കുറിച്ചായിരുന്നാലും മമ്മൂട്ടിയെ കുറിച്ചായിരുന്നാലും അങ്ങനെ പറയാൻ പറ്റുന്നത്. അല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ ഫിറോസ് ഖാൻ കൂടുതലും ഇഷ്ടപ്പെടുന്ന കോൺട്രവേഴ്സീസ് ആണ്. അപ്പം ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഇപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇനി നോക്കിയോ എല്ലാ യൂട്യൂബേഴ്സും ഇത് എടുത്തു വെച്ച് സംസാരിക്കുകയും ചെയ്യും. ഇതൊരു നോർമൽ ഇന്റർവ്യൂ ആണെങ്കിൽ ഇതാരും കാണത്തില്ല, ഇതാരും സംസാരിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല.
പക്ഷേ ഇതൊരു നോർമൽ അല്ലാത്തൊരു ഇന്റർവ്യൂ ആയി മാറ്റിയത് എന്തുകൊണ്ടാണ്? ഫിറോസ് ഖാൻ ഇതിൽ കുറേ പൊടിക്കൈകൾ പ്രയോഗിച്ചതുകൊണ്ടാണ്. അപ്പം ഫിറോസ് ഖാന്റെ ഇന്റർവ്യൂസിൽ നമുക്ക് പല ഇതേപോലത്തെ കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ് ഫിറോസ് ഖാന്റെ ഇന്റർവ്യൂസ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പം നമുക്ക് വേറൊരു വാർത്തയുമായിട്ട് പിന്നെ കാണാം.